ഇങ്ങനെ കേട്ടോളെ, അല്ലാഹു തആല ഉറക്കവും ഉറക്കവും ഇല്ലാത്തവനാണ്. ഉറക്കവും ഇല്ലാത്തവനാണ്. അപ്പോ അള്ളാഹിനെ 24 മണിക്കൂറും വിളിക്കാം. കാരണം അള്ളാഹ്ക്ക് തൂങ്ങി ഉറക്കൂലാരോ. നമ്മൾപ്പെട്ട ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എന്ത് വേണോ? നിങ്ങൾ എപ്പാ വിളിക്കണ്ടെന്ന് ആദ്യം ചോദിക്കണം. അതാദ്യം വിളിച്ചു ചോദിക്കണം അല്ലേ? ഇരിക്കട്ടെ, മൗലവി പറയാണ്. കാരണം മനുഷ്യന്മാരാകുമ്പോൾ ഉറക്കിലല്ലായി പോവില്ലേ. അതുകൊണ്ട് 24 മണിക്കൂറും ഒരാളെ വിളിക്കാം എന്ന് വന്നാൽ പഠിച്ചവനാക്കലായി. അതിന് പഠിച്ചവനാണല്ലോ ഉറക്കൊന്നില്ലാത്തത്. അപ്പൊ നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വായികൂടാ ഉത്തീരം നൽകും ഞാൻ എന്നോവർ. എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുമെന്ന് മുഹീദ്ദീൻ ശൈഖ് പറയുന്ന മാലയില്. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് പഠിച്ചവനായി പോയില്ലേനാ. ഓ, വല്ലാത്ത കണ്ടുപിടുത്തം തന്നെ. അവൻ പഠിച്ചവനായി പോയി. കാരണം വല്ല നിലത്തും വിളിച്ച ഉത്തരം ചെയ്യുന്നല്ലോ. മൗലവിക്ക് വിവരം അറിയോ? 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ പഠിച്ചവനാ. 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ പഠിച്ചവനാ. മൗലവിക്കറിയ ഇത് ലോകം ഏതാണ്? മുജാഹിദൊക്കെ കെട്ടേണ്ട ലോകമാണിത് കേട്ടോ. ഇത് കണ്ടങ്ങള് മൊബൈൽ ഫോണാ. ഈ മൊബൈൽ ഫോണില് നമുക്ക് വിളിക്കണം. ഇവിടുത്തെ ഇന്ത്യയിൽ എനിക്ക് ഓർമ്മയില്ല, ഷാർജയിലെ പറയാ. എന്ത് 131 ഞെക്കുക, 131 എന്നാ ഞെക്കിയാലോ അതെന്റെ ഓർമ്മ. എത്ര നമ്പർ തെറ്റിക്കണ്ടേ? ഇനി പതിവില്ല മസാല ഒക്കെ ഉണ്ടേ, ടൈപ്പ് ചെയ്ത് വരണ്ട. അങ്ങനെ ഞെക്കുക. അപ്പൊ ഞെക്കുമ്പോ എന്ത് ചെയ്യൂ? ഞെക്കുമ്പോ മറുപടി കിട്ടും. നിങ്ങൾക്ക് 32 ദിർഹമും 45 ഫിൽസും ബാക്കിയുണ്ട്. അതെപ്പം വിളിച്ചാലും കിട്ടൂലേ മൗലവി? 24 മണിക്കൂറും കിട്ടും. നിങ്ങളെ കണക്കിന് എന്തായി? 24 മണിക്കൂറും കിട്ടുന്ന പഠിച്ചവനാവൂലേ? 24 മണിക്കൂറും മറുപടി കിട്ടുകയാണെങ്കിൽ പഠിച്ചവനാണല്ലേ നിങ്ങളെ കണ്ടുപിടുത്തോ. കാരണം വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. ഇവർക്ക് ബായില്ലട്ടോ. ഉത്തരം 24 മണിക്കൂറും കിട്ടൂ. നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്, അപ്പൊ ഉത്തരം കിട്ടൂ. അപ്പൊ ഇവരെ കണക്കെന്താ അറിയോ? സിനത്തും വരാനും ഉറക്കും തൂങ്ങിയർക്കും ഇല്ലാതെ 24 മണിക്കൂർ മറുപടി പറയാണെങ്കിൽ പഠിച്ചവനായി പോകുന്ന. അപ്പൊ എല്ലാ ഫോണും പഠിച്ചവനല്ലേ മൗലവി?